ഇപ്പൊ നിങ്ങൾ നിസ്കരിക്കാതെ നടന്ന അല്ല ഒരു ശിക്ഷ ഇറക്കൂല, കള്ളു കുടിച്ചോണ്ട് നടന്ന ഒരു ശിക്ഷയും അല്ല ഇറക്കൂല, ഇസ്ലാമിനെ കുറ്റം പറഞ്ഞു നടന്നാൽ ഒരു ശിക്ഷയും ഒരു പോറല് പോലും നിനക്ക് അല്ലാഹു നൽകില്ല കേട്ടോ. അങ്ങനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനവൻ ചെയ്യുന്ന തെറ്റുകൾക്ക് ഉടനടി ശിക്ഷ തരാൻ നിന്നാൽ ഈ ഭൂമിയുടെ മുകളിൽ ഒരു മൃഗം പോലും കാണില്ല. ഖുർആനാണ്. കാണുമോ? നമ്മൾ ചെയ്യുന്ന തെറ്റിനനുസരിച്ച് അതിനാനുപാതികമായി അല്ലാഹു ഉടനെ ശിക്ഷിക്കാൻ തുടങ്ങിയാൽ ഈ ഭൂമിയുടെ മുകളിൽ ഒരു മൃഗം പോലും കാണൂല. കാരണം ഇന്ന് മൃഗങ്ങൾ ചെയ്യുന്നതിന്റെ പ്രവൃത്തി കണ്ടില്ലേ? ആ മൃഗങ്ങൾ തന്നെ എത്ര തെറ്റാ ചെയ്യുന്ന ദിവസം തോറും. അപ്പൊ അതിനെ അല്ല കൊല്ലേണ്ടി വരും. മനുഷ്യൻ ചെയ്യുന്ന തെറ്റിന് അവനെ അല്ല കൊല്ലേണ്ടി വരും. അതുകൊണ്ട് ഒരുത്തനൊരു തെറ്റ് ചെയ്യുന്നത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നശിപ്പിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. ഒരു പെണ്ണ് ഒളിച്ചോടിപ്പോയി കാഫറത്തായി ജീവിക്കുന്നു എന്നതുകൊണ്ട് അവളെ നശിപ്പിക്കുമെന്ന് കരുതണ്ട. വഹുവ ഫിൽ ആഖിറ മിനൽ ഖാസിരീൻ. നാളെ പരലോകത്തിൽ അവർ തീരാ നഷ്ടത്തിലാണ്. അവിടെ മറ്റാരുമില്ല. അള്ളാഹുവിന്റെ ചോദ്യമാണ് അവിടെ. അവിടെ ഗർഭാപ്പസി എന്നോ, അവിടെ ഭരണകൂടമെന്നോ, അവിടെ വലിയ പാർലമെന്റ് എന്നോ, അവിടെ NRC എന്നോ അങ്ങനെയൊന്നുമല്ല ആ ലോകം കേട്ടോ. പടച്ചവന്റെ ഒരു ചോദ്യമുണ്ട് എല്ലാവരോടുമായി. ലിമനിൽ മുൽക്കുൽ ഐനൽ ജബാബിറ ഐനൽ അകാസിറ ഐനൽ കയാസിറ. എവിടെ നാടുഭരിച്ച രാജാക്കന്മാരെവിടെ? നാടുഭരിച്ച കിരീടാവകാശികൾ എവിടെ? നാട്ടിലെ ഓരോ സുൽത്താൻമാരെവിടെ? അടക്കി വാണിരുന്നവരെ എവിടെ? അവരൊന്ന് എഴുന്നേറ്റ് മുന്നോട്ട് വരണേ. ലിമനിൽ മുൽക്കുൽ യൗം. ഇന്നത്തെ അധികാരം ആരുടെ കൈകളിലാ? അവരൊന്ന് എഴുന്നേറ്റ് വരണേ. നാളെ ആഖിറത്തിൽ അല്ലാഹു ചോദിക്കുകയാണ്. ആർക്കും മറുപടിയേ ഇല്ല. അവസാനം അവൻ തന്നെ മറുപടി പറയുകയാ. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. പടച്ച തമ്പുരാനല്ലാതെ ഒരാൾക്ക് പോലും നാളെ അനങ്ങാൻ ചലിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ വിറ്റിട്ട്, പരിശുദ്ധമായ ശരീഅത്തിനെ തെറി പറഞ്ഞിട്ട്, പരിശുദ്ധമായ ഇസ്ലാമിക ദീനിനെ അവഗണിച്ചിട്ട് മറ്റൊരു മതത്തിന്റെ ആശയ ആദർശത്തെ ആര് അംഗീകരിക്കാൻ പോകുന്നുവോ അവർക്ക് ദുനിയാവിൽ ഒരു കുറവും ഉണ്ടാവില്ല കേട്ടോ. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അവർക്ക് ആഖിറത്തിൽ തീരാ നഷ്ടമാണ്. ദുനിയാവിൽ പ്രശ്നം ഉണ്ടാവില്ല. പ്രശ്നം ഉണ്ടാവില്ല. തസ്ലിമ നസീറിന് വല്ല പ്രശ്നം ഉണ്ടാവും, സൽമാൻ റുഷ്ദിക്ക് വല്ല പ്രശ്നം ഉണ്ടാവും. അതുപോലെ എത്രയോ പേര് ഇസ്ലാമിനെ കളവ് പറഞ്ഞിട്ട് പോയി. വല്ല കുഴപ്പമുണ്ടോ? ഈ ദുനിയാവ് അല്ലാഹു അവർക്ക് കൊടുത്തിരിക്കുകയാണ്. നിനക്ക് എന്തുവാകാം? ആഖിറത്തിലേക്ക് നീ വാ. അവിടെ ഞാനാണ്, അല്ലാഹുവാണ് അവിടുത്തെ തീരുമാനം. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അവിടെ ഒരാൾക്ക് ചലിക്കാൻ കഴിയൂല. അവിടെയാണ് വേണ്ടത്. അവിടത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വഅള്. അവിടത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അൽ ഫലാഹ് യുവജന ഫെഡറേഷന്റെ ഈ പ്രവർത്തനം. അവിടത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ദുആ. അവിടത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ നമസ്കാരം. അവിടത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ നോമ്പ്. അവിടത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സദഖ. ദുനിയാവിനല്ല കേട്ടോ, ദുനിയാവിനല്ല. നമ്മൾ ആഖിറം വിശ്വസിക്കുന്നവരാണ്. ഈ ഇരിക്കുന്ന ഖൗമ് നമ്മൾ മറ്റൊരു ലോകത്തെ വിശ്വസിക്കുന്നവരാണ്. ബാക്കിയുള്ളവർ ഈ ലോകം കൊണ്ടല്ല തീരൂന്ന് വിശ്വസിക്കുന്നവരാണ്. നമ്മൾ അങ്ങനെയല്ല, തീരുന്നില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നമ്മുടെ കരുനാഗപ്പള്ളി തെക്കപ്പള്ളിയുടെ ഖബർസ്ഥാനിൽ നമ്മുടെ മയ്യത്ത് കൊണ്ടുവച്ച് നമ്മൾ അവിടെ നിന്ന് ഒരു 7 ചുവട്ടടി ഇങ്ങോട്ട് മാറുമ്പോ അവിടെ മുതൽ അവന്റെ റൂഹിനെ മടക്കപ്പെടും. അവിടെ മുതൽ അവന്റെ ജീവിതം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതല്ലാതെ ഈ ദുനിയാവിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഇവിടെ പിരിക്കുന്നത്. ദുനിയാവിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഇബാദത്ത് എടുക്കുന്നത്. ദുനിയാവ് അല്ലാഹു എല്ലാവർക്കും കൊടുക്കും. അദാനിക്ക് കൊടുത്തു, അംബാനിക്ക് കൊടുത്തു, യൂസുഫ് അലിക്ക് കൊടുത്തു, ലോകത്ത് എത്ര വലിയ വലിയ സമ്പന്നന്മാർക്ക് കൊടുത്തു, ഫറോവയ്ക്ക് കൊടുത്തു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇടങ്ങേറാക്കിയ ഫറോവ, മാഷിത്ത റളിയല്ലാഹു തആല അൻഹ ഇടങ്ങേറാക്കിയ ഫറോവ, സ്വന്തം ഭാര്യയായ ആസിയ റളിയല്ലാഹു തആല അൻഹയെ പരസ്യമായി
നടുറോഡിലിട്ട് വിവസ്ത്രയാക്കി വലിയ വലിയ കരിങ്കല്ലുകൾ എടുത്ത് നെഞ്ചിൽ വെച്ച് വിഷസർപ്പങ്ങൾ അവളുടെ ശരീരത്തിലേക്കിട്ട് അവരെ മാരകമായി പീഡിപ്പിച്ച് കുന്തം കൊണ്ട് ഗുഹ്യാവയവങ്ങളിൽ കുത്തിക്കയറ്റി ബഹുമാനപ്പെട്ട ആസിയ റളിയല്ലാഹു തആലായെ നിഷ്ഠൂരമായി ഈ ലോകത്ത് നിന്ന് കൊന്ന ആളാണ് ഫറോവ. 400 വർഷം ഈ ലോകത്ത് ജീവിച്ചു. വല്ലാഹി ഒരു മൂക്കുപനി പോലും അയാൾക്ക് വന്നിട്ടില്ല. മൂക്കുപനി പോലും അയാൾക്ക് വന്നിട്ടില്ല. ഒരു തുമ്മൽ വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ വീട്ടിലെ ഗ്ലാസ് ഉണ്ടല്ലോ, 400 വർഷമായി അദ്ദേഹം ഉപയോഗിക്കുന്ന കൊട്ടാരത്തിലെ ഗ്ലാസ് ഒരെണ്ണം പോലും താഴെ വീണ് പൊട്ടിയിട്ടില്ല. എന്നാൽ മൂസാ നബി പട്ടിണി കിടന്നു. മൂസാ നബിയുടെ അനുയായികൾ ഇടങ്ങേറായി, അവരുടെ കുടുംബം പ്രശ്നങ്ങളായി, നാട് പ്രശ്നങ്ങളായി, എന്തൊരു ത്യാഗം, പരീക്ഷണങ്ങൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മൂസാ നബിയോട് ഇഷ്ടമില്ലായിരുന്നു, ഫിർഔനിനോടായിരുന്നു ഇഷ്ടമെന്ന്? ആരെങ്കിലും പറയോ അബീബേ? പറയോ ആരെങ്കിലും? സംശയമുണ്ട് ചിലപ്പോ. കാരണം ഇന്നെല്ലാം ഫിറോവന്മാരല്ലേ. ആർക്കെങ്കിലും പറയാൻ അവകാശമുണ്ടോ? ഇല്ല, പറയൂല. എന്നാ ഫിർഔൻ ആരാണെന്നറിയോ? ഫിർഔനിൽ 2 ഗുണമുണ്ടായിരുന്നു. ഫിർഔനിൽ 2 ഗുണമുണ്ടായിരുന്നു. ഒന്ന്, കണങ്കാലിന് മുകളിലെ വസ്ത്രം ഉടുക്കുകയുള്ളൂ ഫിർഔൻ. 2, നിലത്ത് വീണ ഭക്ഷണം എടുത്ത് കഴിക്കും. ഈ 2 ഗുണം ഫിർഔന്റെ ഗുണമാണ്. നമ്മൾ സ്വീകരിക്കുമോ? നിലത്ത് വീണ ഭക്ഷണം ഫിർഔൻ എടുത്ത് തിന്നും, കണങ്കാലിന് മുകളിലെ വസ്ത്രം ധരിക്കുമായിരുന്നുള്ളൂ. ഈ 2 ഗുണമുണ്ടായിരുന്നു. ബാക്കിയെല്ലാം അവനിലുള്ളത് ദുർഗുണങ്ങളായിരുന്നു. 400 വർഷം ഫിർഔൻ ഈ ലോകത്ത് ജീവിച്ചു. ഒരു കൊറോണയും വന്നില്ല, ഒരു ഒമിക്രോണും വന്നില്ല, ഒരു തുമ്മൽ പോലും വന്നിട്ടില്ല. നമ്മൾ പറയുമോ സുഹൃത്തെ അള്ളാഹുവിനോട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു? എന്നാലോ മരിക്കാറായപ്പോ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാന്റെ തർത്തീബ് ഇതാ വരികയാണ്. മൂസാ, നിന്റെ അനുയായികളെ കൂട്ടി നീ ഹിജ്റ പോകണേ. ആ കാണുന്ന സമുദ്രത്തെ കീറി മുറിച്ചുകൊണ്ട് പോയിക്കോ. എങ്ങനെ പോകും പടച്ചവനെ? നിന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് നീ അടിച്ചോ. അങ്ങനെ അതാ ബഹുമാനപ്പെട്ട മൂസയും അനുയായികളും കടന്നു പോവുകയാ. ആ ഹൈവേ സ്പീഡിലൂടെ ബഹുമാനപ്പെട്ട മൂസാ നബിയെ പിൻപറ്റിക്കൊണ്ട് ഫറോവയും കിങ്കരന്മാരും കടന്നു വന്നപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഹൈവേ മുറിച്ചത് അല്ലാഹു കൂട്ടിച്ചേർക്കുകയായി. ആ സമയത്ത് ഫറോവ പറഞ്ഞ ഒരു വാക്കുണ്ട്, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വ അന മിനൽ മുസ്ലിമീൻ അന റബ്ബുകുമുൽ അഅ്ലാ. ഉന്നതനായ ദൈവം ഞാനാണെന്ന് പറഞ്ഞു വാദിച്ചു നടന്ന ഫറോവ ചാവാറടുത്തപ്പോ അവൻ ആ ആഖിറത്തിന്റെ ഭയാനകത കണ്ടപ്പോ, നരകത്തിന്റെ ഗർജനം കണ്ടപ്പോ, ഖബറിന്റെ ഞെരുക്കം അവൻ കണ്ടപ്പോ, ആ മലക്കുൽ മൗത്തിന്റെ ഭീകര രൂപം നേരിൽ കണ്ടപ്പോ ഫറോവ പറഞ്ഞില്ലേ, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബി ബനൂ ഇസ്രായീൽ വ അന മിനൽ മുസ്ലിമീൻ. ഏ മൂസാ, നീ വിശ്വസിച്ച നിന്റെ അനുയായികളായ അനുയായി വൃത്താന്തമായ ബനൂ ഇസ്രായേലുകൾ വിശ്വസിച്ച ആ നാഥനുണ്ടല്ലോ, ആ ഏകനായ റബ്ബുണ്ടല്ലോ, ആ റബ്ബിൽ ഞാൻ വിശ്വസിക്കുന്നു മൂസാ. വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് മൂസാ. എന്നെ ഒന്ന് രക്ഷിക്കണേ മൂസാ. അവസാന സമയം വല്ലാഹി റബ്ബുൽ ഇസ്സ, ഈ ദുനിയാവിലെ എല്ലാ അഹങ്കാരികളും പറയുന്നത്, മുഴുവൻ ശൈത്താന്മാരും പറയും. ഇത് പറയാതെ ഒരൊറ്റൊരുത്തന്റെ റൂഹുള്ള പിടിക്കൂല. ഈ ദുനിയാവിൽ ഞാനാണെല്ലാം, അധികാരമല്ല എൻ്റെ കൈകളിലാണ്, നിന്നെയൊക്കെ അടിച്ചമർത്തി തകർത്തിട്ട് ഞങ്ങൾ ഇവിടെ എല്ലാം ഉണ്ടാക്കിയെടുക്കും എന്നൊക്കെ പറയുന്നവൻ അവനൊക്കെ ചാവാറാവുമ്പോ
സത്യം പരിശുദ്ധമായ ശരീഅത്താണ് എന്നവനെ കൊണ്ട് അല്ലാഹ് പറയിപ്പിക്കാതെ ലാ യഖ്റുജു അഹദുകും മിനദ് ദുനിയ ഹത്താ യറാ മഖ്അദഹു മിനൽ ജന്നതി വന്നാർ. നിന്റെ ഇരിപ്പിടം സ്വർഗാണോ നരകാണോ എന്ന് അറിയാതെ ഒരൊറ്റ ഒരുത്തന്റെ റൂഹിനെ അല്ലാഹ് ഇവിടുന്ന് പിടിക്കൂല. ഇത് കാണിച്ചു കൊടുക്കും. അങ്ങനെ കാണിച്ചു ഫറോവയെ. ഫറോവ ഞാൻ മുസ്ലിമാണ്, വാനമിനൽ മുസ്ലിം, വാനമിനൽ മുസ്ലിം. മൂസ എന്നെ രക്ഷപ്പെടുത്തും, മൂസ എന്നെ രക്ഷപ്പെടുത്തും. നടന്നോ? كيف يهدي الله قوما كفروا بعد إيمانهم وشهدوا أن الرسول حق وجاءهم البينات. എന്റെ മുസ്ലിം പെണ്ണുങ്ങളെ, ഒരു ചെറിയ സുഖത്തിന് വേണ്ടി ശരീഅത്ത് കളഞ്ഞിട്ട് സ്വന്തം വാപ്പായ ഉമ്മായെ പോലും അവഗണിച്ചിട്ട് പരിശുദ്ധമായ ദീനിനെ അവഗണിച്ചിട്ട് ഒരു ചെറിയ ദുനിയാവിന്റെ സുഖത്തിന് വേണ്ടി നീ ഓടുകയല്ലേ? അല്ലാഹു ചോദിക്കുകയാ, അന്നർ റസൂല ഹഖുൻ, അല്ലാഹുവിന്റെ റസൂൽ സത്യമാ, അല്ലാഹ് സത്യമാ, ആഖിറം യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചവളല്ലേ? എന്നിട്ട് ഇസ്ലാമിനെ പണയപ്പെടുത്തിയിട്ട് ഷിർക്കിനെ കുഫ്റിനെ വിശ്വസിച്ചവളല്ലേ? അല്ലാഹ് ചോദിക്കുകയാ, കൈഫ യഹ്ദില്ലാ, ഇവക്കിനി ഞാൻ എങ്ങനെയാണ് ഹിദായത്ത് കൊടുക്കുക? വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ഇവൾ കാണിച്ചത് അഹങ്കാരവും അക്രമവുമാണ് കേട്ടോ. പരിശുദ്ധമായ ദീന് വിറ്റവളാ, ഇനി ഞാൻ അവളെ പരിഗണിക്കില്ല കേട്ടോ. പടച്ചോൻ പറഞ്ഞു കഴിഞ്ഞു. അല്ലാഹ് കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹ് കാത്തിരക്ഷിക്കട്ടെ. ഈമാൻ കിട്ടി നമ്മളാ, ഈമാൻ കിട്ടി മരിക്കുന്നത് വരെ പിടിച്ചോളി, മുറുക്കെ പിടിച്ചോ. പോയാ പോയി. എന്ത് ത്യാഗം വന്നാൽ ഇത് കളയരുത്. നമുക്ക് ഇവിടെ ഏറ്റവും ഇവിടെ അല്ല സുഖം ഇവിടെ അല്ല മക്കളെ. അടിപൊളിയാ. ഒരു ദിവസം എന്നെ വിളി, സ്വർഗം പറഞ്ഞുതരാം. ഇപ്പം സമയമില്ല, പറഞ്ഞുതരാം. ഞാൻ കുടുംബജീവിതം പറഞ്ഞു. അപ്പോൾ ആരോ വിളിച്ച് പറഞ്ഞു, ഉസ്താദിന് കടുപ്പം കുറയ്ക്കും. എനിക്കപ്പോൾ അത് കേട്ടോ ദേഷ്യം കയറി. അങ്ങനെ പറയണ്ടല്ല, സെൻസർ ചെയ്ത് ബന്ധമിന് കുടുംബം വേണ്ട, കുടുംബത്തിനെ കൊടുക്കുക, അതൊക്കെ വേറെ പറഞ്ഞുതരാം. പച്ചയ്ക്ക് പറയാൻ കേൾക്കാൻ താല്പര്യമുണ്ടോ പറഞ്ഞു തരും. എൻ്റെ വകയിൽ ആയത്തും അതി തോന്നിട്ട് പറയുള്ളൂ. ആ ചർച്ചയില്ലാത്ത ഹദീദില്ലാത്ത ചർച്ച നമുക്കില്ല. കേൾക്കാൻ താല്പര്യമുണ്ടോ? ഇവിടെ ബ്ലൂ ഫിലി ഒന്നുമല്ല ചർച്ച, ഖുർആന്റെ ഹദീസിന്റെ ചർച്ചയാ. അത് പഠിക്കണ്ടേ? അത് പഠിക്കാതെ പിന്നെ ആര് പറഞ്ഞു തരും? ഇത് ആർക്ക് പറഞ്ഞിടും? ജൂതന്മാരെ പിൻപറ്റിയിട്ട് ജൂതന്മാർ കാണിക്കുന്ന പോലെ, ജൂതന്മാർ പറയുന്ന പോലെ നമ്മൾ കേട്ടോണ്ടൊക്കെ കേൾക്കും. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസ് ഒന്ന് കേട്ടോ. لا تقوم الساعة حتى تأخذ أمتي مأخذ الأمم شبرا بشبر وذراعا بذراع. എൻ്റെ ഉമ്മത്ത് യൂറോപ്യൻ സംസ്കാരത്തെ ഇഞ്ചോട് ഇഞ്ച് ചാണോട് ചാൺ പിൻപറ്റപ്പെടാതെ അവരെ പിൻപറ്റുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കില്ല കേട്ടോ. ലാ തഖൂമുസ്സാ, ലോകം അസ്തമിക്കില്ല. ഹത്താ തഅബുദ ഖബായിലു മിൻ ഉമ്മത്തി അൽ ഔസാൻ. അല്ലാഹുവിന്റെ റസൂൽ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാ, ഇതാ യാഥാർത്ഥ്യമായി കേട്ടോ. ഹബീബായ തങ്ങൾ എന്താണ് പറഞ്ഞത്? ലോകം അസ്തമിക്കില്ല. ഹത്താ യൽഹിഖ ഫിആമും മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ. എൻ്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം മുശ്രിക്കീങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങളെ ആരാധിക്കപ്പെടുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കുകയേ ഇല്ല കേട്ടോ. മുസ്ലിം സഹോദരിമാരും സഹോദരന്മാരും ബിംബാരാധന നടത്തുന്ന കാലം വരാതെ ലോകം അസ്തമിക്കുകയേ ഇല്ല. ശരിയല്ലേ? ശരിയാണോ അല്ലയോ? നമ്മുടെ സഹോദരിമാരും ബിംബങ്ങളുടെ മുന്നിൽ ആരാധന നടത്തുന്നു. അങ്ങനെ ഒരു കാലം വരാതെ ലോകം അസ്തമിക്കൂല. ദുബായിൽ വലിയ ഒരു അമ്പലം പണിതു. പറഞ്ഞായിരുന്നോ സംഭവം? വല്ല അറിഞ്ഞിരുന്നോ? ഇവിടുത്തെ അമ്പലം വെക്കാൻ സമയത്ത് ഇനി പിന്നെ ദുബായിൽ അമ്പലം വെക്കാൻ ലോകം അറിയണപ്പ. അവിടെ ഒരു കാളക്കുട്ടി ഉണ്ടാക്കി വെച്ചു, അവരുടെ ദൈവം ഉണ്ടാക്കി വെച്ചു. ആദ്യം പോയി സുജൂദ് ചെയ്താരെന്നറിയാം? അമീറും പെണ്ണും പിള്ളയും. ആരാ പോയി സുജൂദ്? കണ്ടില്ലേ? അല്ല വാട്സപ്പിൽ കണ്ടില്ലേ?
കണ്ടായിരുന്നോ? ആരെങ്കിലും ഒരാളെല്ലാം കണ്ടവരുണ്ടോ? അൽഹംദുലില്ലാ, ശരിയാണ്. ഇല്ലാതെ ഞാൻ ഈ തള്ളു പുട്ടുകുറ്റി ആ പരിപാടി ഇല്ല. എന്താ ഉസ്താദ് പുട്ട് തള്ളുന്ന പോലെ തള്ളേ? സംഭവം ശരിയല്ലേ? അത് കണ്ടതല്ലേ? ആര് ഹദീദ് എടുത്ത് വെച്ച് നോക്ക്. എന്താ നബി തങ്ങൾ പറഞ്ഞത്? എന്റെ ഉമ്മത്തികൾ ശിർക്ക് വെക്കുന്നവരുമായി കൂട്ടുകൂടാതെ ലോകമസ്തമിക്കില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാ. അതുകൊണ്ട് അഹ്ലു ബൈത്തായ നബി തങ്ങളുടെ ഭാര്യമാരോട് പോലും അല്ലാഹുവിന്റെ റസൂല് പറയും, നിങ്ങൾ കേട്ടോ, ഓരോ ദിവസവും അല്ലാഹുവിനോട് ദുആ ചെയ്യണേ, അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക. പടച്ചവനേ, എൻ്റെ കൽബ് പരിശുദ്ധമായ നിന്റെ ദീനിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണേ എന്ന് നിങ്ങൾ ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഖുർആന്റെ ദുആയുണ്ട്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മാ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹ്, നീ ഞങ്ങൾക്ക് ഹിദായത്ത് തന്നതിന് ശേഷം ഈ ഹിദായത്ത് നീ പറിച്ചെടുക്കല്ല അല്ലാ, ഞങ്ങളിൽ നിന്ന് അടർത്തി കളയല്ല അല്ലാ, നാളെ നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ. ഇത് ദുആ അല്ലാഹു പഠിപ്പിച്ചെന്നു. എല്ലാരും ഈ ദുആ ചെയ്തോണം. എപ്പോഴാ ഈമാൻ പോകുന്നതെന്ന് അറിയില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ഈ ദുനിയാവി ജീവിക്കാനുള്ള വാതിനല്ല കേട്ടോ. നമ്മുടെ ഞാൻ ഈ ഷാളും തൊപ്പിയൊക്കെ ഇടുന്നത്, ഈ ഷാളിടുന്നത് തന്നെ തെറ്റാ. അതറിഞ്ഞില്ലേ സംഭവം? വാളമ്മ ഇപ്പൊ ഇതിട്ടാലേ നിങ്ങൾ എൻ്റെ വാള് കേൾക്കുള്ളൂ, അതുകൊണ്ട് ഇടുന്നതാണ്. ഗതിയില്ലാതെ ചില വിഷയം ഗതിയില്ലാതെ നമ്മൾ ചെയ്യേണ്ടി വരുന്നു. എന്ത് ചെയ്യാനാ? വാളിടുന്ന ഈ ഷാളിടുന്ന ആരെന്നറിയോ? ജൂതന്മാര്. ഖിയാമത്ത് നാളിന്റെ അടയാളം നബിതങ്ങൾ പറഞ്ഞു, തയാലിസ് എന്ന വസ്ത്രം അധികരിക്കുന്ന ഒരു കാലം വരുമെന്ന്. തയാലിസ് എന്ന വസ്ത്രം അത് അധികരിക്കും, അത് ധരിക്കും എൻ്റെ കൗമ്, എൻ്റെ ഉമ്മത്ത്. അത് ധരിക്കുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കൂല. തയാലിസ എന്ത് എന്ന് നമ്മൾ നെറ്റെടുത്ത് നോക്കുമ്പോൾ കാണാം ഇതേപോലെ ഷാളിടല്. അറബികൾ മൊത്തം ഇടുന്ന എങ്ങനെ? അറബികൾ ഇടുന്ന കൊത്ര അതാ നബി തങ്ങൾ പറഞ്ഞത്. ആ ഷാൾ ഇങ്ങനെ ഇടുന്നത് എടുത്ത് വെച്ച് നോക്കുമ്പോൾ ജൂതന്മാർ ഇങ്ങനെ ഇട്ടിട്ടാണ് അവരുടെ പാരായണം നടത്തുന്നവർ, അവർ പ്രാർത്ഥിക്കുന്നവരുടെ മൊത്തം ജൂതന്മാർ ഇങ്ങനെയാണ് ഷാൾ ഇടുന്നത്. അപ്പൊ നമ്മൾ ജൂതന്മാരെ പിൻപറ്റിയിട്ടല്ല കേട്ടോ, ജൂതന്മാരെ പിൻപറ്റിയിട്ടല്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പക്ഷെ നബി തങ്ങൾ പറഞ്ഞത് എന്താ? എൻ്റെ ഉമ്മത്ത് അവരെ പിൻപറ്റൂന്ന്. എൻ്റെ ഉമ്മത്ത് അവരെ പിൻപറ്റൂന്ന് പറഞ്ഞപ്പോ മെസ്സി പച്ച കുത്തിയത് കണ്ടിട്ട് നമ്മുടെ കൗമ് പച്ച കുത്തി എത്ര പേരുണ്ടെന്ന് അറിയോ? ഇനി അത് മാറുമോ? എത്ര പേര് പച്ച കുത്തി? അതാ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. പ്ലീസ് ദയവേത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏത് സൈസ് ഏത് മോഡൽ വേണമെങ്കിലും ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. എനിക്കതിലൊന്നും പ്രശ്നമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ പറഞ്ഞു. ഞാൻ ഇപ്പൊ ഈ പറയുന്നത് നമ്മുടെ ചിന്തയെ ഒന്ന് ഉണർത്താൻ വേണ്ടി പറഞ്ഞാണ്. മെസ്സി പച്ച കുത്ത് കണ്ട നമ്മൾ പച്ച കുത്തി, മെസ്സി അണ്ടറോ ഇട്ടത് നമ്മൾ അതേപോലെ അണ്ടറോ ഇട്ടു. മെസ്സിയുടെ ആ ഡ്രസ് നമ്മൾ ഇട്ടു. നബി തങ്ങൾ പറഞ്ഞെന്താ? ഇഞ്ചോട് ഇഞ്ച് ചാണോട് ചാൺ. എൻ്റെ ഉമ്മത്ത് യൂറോപ്യൻകാരെ പിൻപറ്റാതെ ലോകം അസ്തമിക്കില്ല. നബിയുനാ റസൂലുള്ളാഹി. ഉസ്താദന്മാരും അടക്കം ഞങ്ങളടക്കം വരെ ഇതിൽ ആയിപ്പോയി. അള്ളാഹ് ഞങ്ങളെ കാക്കണേ അടച്ചവനെ. യൂറോപ്യൻ സംസ്കാരത്തെ പിൻപറ്റി വീടുകളിലൊക്കെ യൂറോപ്യൻ ക്ലോസറ്റ് ആയില്ലേ? പേര് തന്നെ എന്താ? ഇന്ത്യൻ ക്ലോസറ്റ് എന്നാ എൻ്റെ പേര്. ഇന്ത്യൻ ക്ലോസറ്റ് ഇല്ലപ്പ ഇപ്പോ. അത് തേടി പള്ളിയിൽ പോണം. പള്ളിയിൽ പോകുമ്പോൾ പണ്ടാരാതാ പള്ളിയിലും ഇപ്പൊ അതാണ് യൂറോപ്യൻ സംസ്കാരം. നിന്നുപെടുക്കുന്ന സംസ്കാരം നമ്മുടെ സംസ്കാരമല്ല. പക്ഷേ നമ്മുടെ മുസ്ലിം പള്ളികളിൽ പോലും നിന്നുപെടുക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു വെച്ചില്ലേ നമ്മുടെ ഭാരവാഹികൾ? ആരുടെ സംസ്കാരം? ഇരുന്ന് പെടുക്കാനും ഇരുന്ന് കുടിക്കാനുമാണ് ഇസ്ലാം പഠിപ്പിച്ചത്. നിന്ന് കഴിക്കരുതേ, നിന്ന് കുടിക്കരുതേ എന്ന് പറയുമ്പോ ഓർക്കണേ, ഇന്ന് കല്യാണ വീടുകളിൽ ബൊഫേ സംസ്കാരത്തിലൂടെ കയ്യിൽ പാത്രം വെച്ചിട്ട് നിന്ന് തിന്നുകയല്ലേ, നടന്ന് തിന്നുകയല്ലേ. ഇത് ജൂത സംസ്കാരമാണ്. ജൂതന്മാര് തീരുമാനിച്ച പോലെ ആദർശത്തിൽ കൈകടത്താൻ അവരെ കൊണ്ട് സാധിച്ചു.
മൊബൈൽ സംസ്കാരങ്ങളിലൂടെ പാട്ട് ഹറാമാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചപ്പോ, ആ മ്യൂസിക് ഹറാമാണ്, ഫോട്ടോ ഹറാമാണ്, ഇസ്ലാം അത് പഠിപ്പിച്ചപ്പോ ഇത് ഒരു നല്ല രൂപത്തിലാക്കി കൊണ്ടുവന്നാൽ ഈ സമുദായം അത് അംഗീകരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതാ മൊബൈലിന്റെ ഉള്ളിൽ ഇത് മുഴുവനും അവൻ ആഡ് ചെയ്തില്ലേ. ഇന്ന് മിഹ്റാബിന്റെ മിമ്പറിന്റെ അരികിൽ നിന്നിട്ടല്ലേ ഉസ്താദും മോദീനും കൂടി സെൽഫി എടുക്കുന്നത്. ഇത് ഹറാമാണ്, പള്ളിക്കകത്ത് കേറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ ഞാനടക്കമുള്ള ഉസ്താദുമാര് 4-3 വീഡിയോയുടെ മുന്നിലിരുന്നാണ് പ്രഭാഷണം. ആരെ പിൻപറ്റി? മറ്റവന്റെ ബുദ്ധി ഇങ്ങനെ കൊണ്ടുവന്നാതെ. റാഹത്തായി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ മ്യൂസിക് ഹറാമാണെന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം കേൾക്കൂല. അതുകൊണ്ട് മൊബൈലിനകത്ത് അവൻ മ്യൂസിക് ചേർത്തുകൊട്. അവൻ പോക്കറ്റ് ഇട്ട് അവൻ നിസ്കരിച്ച് 3-ാമത്തെ റക്അത്താവുമ്പോ പലാപ്പള്ളി തിരുപ്പള്ളി റാഹത്തായിട്ട് അവന്റെ നിസ്കാരവും ഖറാബാവും, പള്ളിയും വന്നവരും ഖറാബാവും. അവന്റെ ഐഡിയ എങ്ങനെയുണ്ട്? ഐഡിയ സൂപ്പർ അല്ല? ഐഡിയ ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയാണോ അബീവേ? ശരിയല്ലേ? നിസ്കരിച്ചോണ്ടിരിക്കുമ്പോ എത്ര പേരാ? കരുനാഗപ്പള്ളിയെന്നോ തെക്കേ പള്ളിയെന്നോ ശേഖ് പള്ളിയെന്നോ അല്ല, പലാപ്പള്ളി തിരുപ്പള്ളി. അങ്ങനെ ഇവൻ കിടന്ന് നെക്കാൻ വേണ്ടി പാടുപെടും. സാമാനം ഇല്ല, മറ്റേതില്ലയോ? എവിടെ കുത്തണം അറിഞ്ഞൂടാ, മറ്റേന്ന് കിളിക്കുന്നവർ നെക്കി വെക്കാൻ മതി. ഇപ്പൊ ഇത് ഇങ്ങനെ തോണ്ടി അങ്ങനെ തോണ്ടി എവിടെ കൊണ്ട് അള്ളാഹു അപ്പുറത്തേക്ക് മൊത്തം പാട്ടും തീർന്നെല്ലാം തീർന്ന് സലാം വീട്ടുന്നതിന് മുമ്പേ ആദ്യം ഇറങ്ങിയിട്ട് പോകൂ, അല്ലെങ്കിൽ ഇവനെ പൊക്കി നാട്ടുകാർ ഹൗദി എറിയും. സ്കെച്ച് ഇവിടെ നിന്നാ എവിടെ ആള് ഹിജ്റ ആള് ഹിജ്റ പോയി കഴിച്ചില്ല, അവനെ കിട്ടും. സംഭവം ശരിയല്ലേ? ഞാൻ പറഞ്ഞതെന്ന് വെറുതെ അല്ല, ശരിയല്ലേ അബീബേ? പള്ളിയിൽ അങ്ങനല്ലേ? ഈ സാമാനം ഒതുവെടുക്കാൻ മറക്കത്തില്ല, മൂത്രമൊഴിക്കാൻ മറക്കൂല, കൈകെട്ടാൻ മറക്കില്ല. ഒരു റക്അത്തും തീർന്നു പോയാ ഇമാമിനെങ്ങാനും ഒന്ന് മറന്നുപോയാൽ പറയുന്നുണ്ട് സുബ്ഹാനല്ലാഹ് പറയാൻ മറക്കൂല. മൊബൈൽ ഓഫാക്കാൻ ഇവൻ മറക്കുന്നു. ഇതിനൊന്നും അവന് മറക്കൂല, മൊബൈൽ ഓഫാക്കാൻ മറക്കുന്നു. ശരിയല്ലേ? ഒരു കാലഘട്ടം വരും നിന്റെ രഹസ്യങ്ങൾ വിളിച്ചു പറയുന്ന ആയുധവുമായിട്ടാണ് നീ നടക്കുക എന്ന്. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, നിന്നോടൊപ്പം ചേർന്നിരിക്കുന്ന നിന്റെ കൈകളിൽ കൊണ്ട് നടക്കുന്ന ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനം, നിന്റെ രഹസ്യം വിളിച്ചു പറയുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കുകയില്ല കേട്ടോ. എത്ര കുടുംബത്തെ നശിപ്പിച്ച സാമാനമായത്, എത്ര പെണ്ണിനെ തമ്മിലടിപ്പിച്ച സാമാനമായത്, എത്ര മക്കൾ ഒളിച്ചോടി പോകാൻ കാരണക്കാരനല്ലയോ ഈ ശൈത്താനെ നീ? 3 മക്കളുള്ള പെണ്ണ് എൻ്റെ ഭാര്യയെ മറ്റൊരുത്തൻ്റെ കൂടെ കൊണ്ടുപോയത് നീ തന്നെയല്ലേ? എൻ്റെ ഇക്കായ അവളിൽ നിന്ന് അടിച്ചു മാറ്റിച്ചത് നീ തന്നെയല്ലേ? എന്താ അല്ലേ? എന്താ ചിരിക്കുന്ന സംഭവം അല്ലേപ്പാ? അല്ലേ? ആ, എന്തെല്ലാം പിത്തിനാട അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർറിൽ ജവ്വാൽ. എന്തെല്ലാം വിത്തിനകളാ പടച്ചവനെ ഈ സാമാനത്തിലൂടെ. ഈ 3 വർഷം കൊണ്ട് ഓൺലൈനാക്കി ജൂതന്മാരുടെ കളി എങ്ങനെയുണ്ട്? കൊച്ചു കുഞ്ഞ് 10 വയസ്സായ കുഞ്ഞ് സുബ്ഹാനല്ലാഹ്, ഈ കഴിഞ്ഞ വർഷം ഒരു 4-5 മാസത്തിന് മുമ്പ് കണ്ണൂര് വെച്ച് 10 വയസ്സായ ഒരു മോള്, പടച്ചവനെ വാത്സല്യത്തിന്റെ സമയം കഴിഞ്ഞിട്ടില്ല, 10 വയസ്സായ മോള് 16 കാരനുമൊത്ത് ഒളിച്ചോടി കണ്ണൂരിൽ ഒരു തിയേറ്ററിൽ പോയി ഒരുമിച്ചിരുന്ന് സിനിമ കണ്ടപ്പോ മൊബൈൽ ലൊക്കേഷൻ നോക്കിയിട്ട് പോലീസ് വന്നവരെ പിടിച്ചപ്പോ 10 വയസ്സായ മോള് ചേട്ടനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഈ ചേട്ടൻ മതി. 10 വയസ്സ് കണ്ടോ? 10 വയസ്സ്. കാരണം ഈ പുന്നാര ഷെയ്ഖുന ജവാലാണ് കേട്ടോ. 10 വയസ്സായ മോള്
ഈ അടുത്ത സമയത്ത് ഞാനൊരു കൗൺസിലറെ കണ്ടു. കാസർഗോഡുള്ള കൗൺസിലർ ബഷീർ എടാട്ടിൽ എന്നാണ് അയാളുടെ പേര്. കാരണം ഞാൻ ഇനി തള്ളുകയാണെന്ന് നിങ്ങൾ അറിയാതിരിക്കാൻ ആ പേര് പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയും പുട്ടൂറ്റിയാന്ന്. ഇപ്പൊ ഒന്നും പറയാൻ പറ്റൂല അബീബേ. പയ്യന്നൂരുള്ള ഒരു കൗൺസിലറാണ് ബഷീർ എടാട്ടിൽ. അദ്ദേഹം ദുബായിൽ പോകുന്നു. എന്നോട് പറഞ്ഞു എന്താ സംഭവം. ഞാൻ ചോദിച്ചു എന്താ. 3 വയസ്സായ ഒരു കുട്ടി സെക്സിന് അടിമയാ. നിങ്ങൾ വിശ്വസിക്കോ? 3 വയസ്സായ ഒരു കുട്ടി വാപ്പ മൊബൈൽ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് മെല്ലെ മെല്ലെ എടുത്തിട്ട് ഈ കുട്ടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാനസിക വിഭ്രാന്തിയിലായി അവളെ ഒന്ന് കൗൺസിൽ ചെയ്ത് മാറ്റാൻ വേണ്ടി പോവുകയും വരികയും ചെയ്യാണ്. 3 വയസ്സ്. നിങ്ങൾ വിശ്വസിക്കോ? ഫോൺ നമ്പർ ആരെ വിളിച്ചു ചോദിച്ചു. അയാൾ പറഞ്ഞതാ. അയാൾ പറഞ്ഞ സത്യമാണോ കള്ളാന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു. ലൈവാണല്ലോ, അയാളും കേൾക്കുന്നുണ്ട്. വാത് ഞാൻ വെറുതെ പറയല്ല അബീവേ. നബി തങ്ങൾ പറഞ്ഞതാണ്, ഇത് ഒരു ദിവസം നിന്റെ രഹസ്യം പുറത്തു കൊണ്ടുവരുന്ന ഒരു കാലം വരാതെ ലോകമസ്തമിക്കില്ല കേട്ടോ. അല്ലേ? എത്ര രഹസ്യമായത്. രഹസ്യമായിട്ട് ഇത് ഓണാക്കി വെച്ചിട്ട് നമ്മളങ്ങ് പോകും. തിരിച്ചു വരുമ്പോൾ എടുത്ത് നോക്കിയാൽ അവിടെ വീട്ടിൽ ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കും. ഇവിടോ ദുബായിലിരുന്ന് നോക്കും. ഇവളുടെ വീട്ടിൽ ആരും മതിൽ ചാടുന്നു, എവിടെ വരുന്നു, എവിടെ പോകുന്നു, മുഴുവൻ ദുബായിലിരുന്ന് ഇപ്പൊ കാണാം. അതുവരെ അള്ളാഹു താല ദുനിയാവിൽ കൊണ്ടുവന്നു ഈ സാധനം. അങ്ങനെ ഒരു സാധനം, നമ്മുടെ രഹസ്യങ്ങൾ പുറത്തു പറയുന്ന ഒരു സാധനം ഈ ലോകത്ത് വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. എബ്രഹാം ഗ്രഹാം ബെൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇത് കണ്ടുപിടിച്ചത്. പാപം ചങ്ങാതി. ആ ചങ്ങാതി ഇത് കണ്ടുപിടിച്ച എന്തിനാ? തൻ്റെ ഭാര്യയോട് സംസാരിക്കാനാണ്. ഭാര്യ പൊട്ടിയായിരുന്നു, സംസാരിക്കാൻ പറ്റിയില്ല. അമ്മയോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അമ്മ സംസാരിക്കാൻ കഴിയാത്തവരായിരുന്നു. ഇത് കണ്ടുപിടിച്ച വ്യക്തിക്ക് ഈ 2 പേർക്കോടും സംസാരിക്കാൻ പറ്റിയില്ല. പിന്നെ നമുക്കാണ് ഇത് കൊണ്ട് ഗുണമുണ്ടായത്. അതുകൊണ്ട് വല്ലാത്ത സംസാരം ഇത് സംസാരിച്ചത്. മണിക്കൂറുകളോളം ഇത് സംസാരിച്ച് ഭാര്യയ്ക്ക് നമ്മൾ അത്യാവശ്യം വിളിക്കാൻ നിന്ന ഒരു രക്ഷയില്ല മോനെ. ഇതിന്റെ IC അടിച്ചു പോകാതെ അവള് താഴെ വയ്ക്കുള്ള സാധനം. എപ്പം നോക്കിയാൽ ഇതിങ്ങനെ തന്നെ, ഇതിങ്ങനെ വെച്ചിരിക്കാൻ. എന്തെല്ലാം രോഗങ്ങളായി, എന്തെല്ലാം പ്രശ്നങ്ങളായി. 4 മൊബൈൽ നമ്മുടെ വീട്ടിലുണ്ട്. ആവശ്യത്തിന് വിളിച്ചാൽ ഒരു മൊബൈൽ കിട്ടുമോ? ഒരാവശ്യത്തിന് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ഒന്ന് വിളിച്ചോക്കെ കിട്ടൂല സംഭവം. 4 എണ്ണം കാണും. അത് വെച്ചിട്ട് പറയും ഞാൻ അവിടെ തുണി അവിടെ പോയി, ഞാൻ അവിടെ പോയി, ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി, അവിടെ എന്തൊരു സൗണ്ട് കേട്ട്. ഈ മൊബൈൽ എന്ന് പറഞ്ഞ സാധനം എന്താ? മൊബൈലിന്റെ അർത്ഥം എന്താ? മൊബൈൽ മോർച്ചറി എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങോട്ട് വേണമെങ്കിലും പൊക്കിക്കൊണ്ട് പോകാന്നുള്ളതാണ്. മൊബൈൽ ലാബ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ വീട്ടിലോട്ട് വന്ന് നിങ്ങളുടെ രക്തം എടുത്ത് പരിശോധിക്കുന്നതാണ്. മൊബൈൽ എന്ന് പറഞ്ഞാൽ, മൊബൈൽ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങോട്ട് വന്ന് വണ്ടി പണിഞ്ഞു തരും. മൊബൈൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന സാധനമാണ്. അല്ല ഇവിടെ വെച്ചിട്ട് നീ അവിടെ കഴുകാൻ പോലല്ല. കഴുകുമ്പോൾ അവിടെ കൊണ്ടൊരു സഞ്ചി ഉണ്ടെങ്കിൽ ആ സഞ്ചിക്കകത്ത് തൂക്കിയിടണം. ഇക്ക വരുമ്പോൾ ലൈവായി കാണിച്ചു കൊടുക്കണം. കണ്ടാ നിങ്ങളുടെ ഇത് കഴുകിക്കൊണ്ടിരിക്കുക, കണ്ടാ കാണിച്ചു കൊടുക്കണം. ഇതിനാണ് ഈ സാധനം എന്ന് പറയുന്നത്. ഇതാണ് ഈ മൊബൈൽ എന്ന് പറയുന്നത്. സംഭവം മനസ്സിലായ? ഇതിനെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ജൂതന്മാരെ കളിയാ. ഇപ്പൊ നമ്മുടെ വീട്ടിനകത്തെത്തി ഫോട്ടോ ആയി. ആരുടെ ഫോട്ടോ എടുക്കുന്നു? ഇപ്പൊ ഉസ്താദ്മാർക്ക് പറയാൻ പറ്റുമോ ഇത് ഹറാമാന്ന്? പറയാൻ പറ്റൂല. അങ്ങനെ ദീൻ അങ്ങനെ എത്തി, ദീനാവസ്ഥയിലേക്ക് എത്തി. പള്ളിക്കകത്തിപ്പോ ക്യാമറ കൊണ്ടുവന്ന് ഫോട്ടോ എടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. പണ്ട് പള്ളി കമ്മിറ്റിക്കാർ അടിയിൽ എഴുതി വെക്കും, ഇവിടെ ഫോട്ടോ വീഡിയോ ഒന്നും പാടില്ല എന്ന് എഴുതി വെക്കും. അപ്പം അത് വെട്ടിക്കളഞ്ഞു. എൻ്റെ മോളി വേറെ സ്റ്റിക്കർ ഒട്ടിച്ച് എന്തെങ്കിലും സഹകരണങ്ങൾ നൽകി ഞങ്ങളുടെ ജമാഅത്തിനെ സഹായിക്കണം. ഒരു സ്റ്റിക്കർ, മെല്ലെ സ്റ്റിക്കർ പരിശോധിച്ച് നോക്കിയ വീഡിയോ ക്യാമറ പള്ളിക്കകത്ത് നിരോധിച്ചിരിക്കുന്നു. പരിശോധിച്ച് നോക്കിട്ടാ, സ്റ്റിക്കർ പൊട്ടിച്ച് നോക്ക് നിങ്ങൾ. ആ അവസ്ഥയിലേക്ക് എത്തി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ദുനിയാവ് അങ്ങനെയാണ് സുഹൃത്തുക്കൾ. ഒരുപാട് പറയാനുണ്ട്. എന്തായാലും നമ്മുടെ മക്കള് അൽ ഫലാഹ് അത് വിജയിപ്പിക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ ഈ പരിപാടി വിജയിപ്പിക്കട്ടെ. അവർ വളരെ ത്യാഗം സഹിച്ച് കഷ്ടപ്പെട്ട് ഇത്രയും വലിയൊരു സംവിധാനമൊക്കെ ഒരുക്കി. മുസ്ലിം ഭൂരിപക്ഷ നാടാണല്ലോ, കീപ്പ് ചെയ്യാൻ വരുന്നതല്ലോ, ആളെല്ലാം കൂടുമല്ലോ എന്നൊക്കെ കരുതിയിട്ട് ലോകത്തിലല്ലാത്ത കസേര മൊത്തം ഇവിടെ കൊണ്ടുവന്ന് അവന്മാർ ഫിറ്റ് ചെയ്ത്, എന്തായാലും അതുകൊണ്ട് അവർക്ക് ജിന്നുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം കിട്ടി. അപ്പോൾ എല്ലാം കൊണ്ടുവന്ന് വെച്ച് അൽഹംദുലില്ലാഹ് ഇത്രയും ഒരു ത്യാഗം സഹിച്ചു. എന്തായാലും വന്നവർ ഇത്രയും പേര് നിങ്ങൾ ഇരുന്ന് തന്നെ വലിയ അത്ഭുതം. അള്ളാഹു നിങ്ങൾക്കെല്ലാം നമുക്കെല്ലാം അള്ളാഹു അർശിന്റെ തണൽ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് നമ്മുടെ സഹോദരങ്ങൾ പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്ന ഒരു മഹനീയമായ ഒരു മജ്ലിസാണിത്.
നമ്മൾ അല്ലാഹു തആല, ഞാനിപ്പോൾ ഈ പറഞ്ഞത് നമ്മൾ ദുനിയാവിന് വേണ്ടിയല്ല, ഈ ചോദിക്കുന്നത് ആഖിറത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്ന ഒരു ചെറിയ തുക അത് ഒരിക്കലും ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കൂടെ? അത് ആ പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഒരു പാവപ്പെട്ടവരെ കെട്ടിച്ചു കൊടുക്കുക. ഇന്ന് ഒരുപാട് വിധവകളുടെ ആധിക്യമാണ്. ഈ വിധവകളെ കല്യാണം കഴിപ്പിക്കുന്ന സിസ്റ്റം കൂടെ തുടങ്ങണം. ചെറുപ്പക്കാരി പെണ്ണുങ്ങളൊക്കെ വിധവകളായി. ആരാണ് അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ? ആരുമില്ല. തെറ്റുകളിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം. അപ്പോൾ അതുകൊണ്ട് അവരെ മറ്റൊരു ജീവിതത്തിലെ, വൈവാഹിക ജീവിതത്തിലേക്ക് അവർക്ക് കാലെടുത്ത് വെച്ചു കൊടുക്കാനുള്ള സംവിധാനം, ജീവിക്കാനുള്ളൊരു വഴി നമ്മൾ കണ്ടെത്തണം. അതിന് നമ്മൾ പരിശ്രമിക്കണം. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നല്ലവരായ നിങ്ങൾ, സഹോദരങ്ങളടക്കം നല്ലവരായ നിങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹ് ഖൈർ പിടിച്ചു നിർത്തുന്നത്, അല്ലാഹ് നിലനിർത്തുന്നത്. എൻ്റെ ജമാഅത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ചങ്ങാതി മരണപ്പെട്ടു. 25 വയസ്സ്, ദുബായിൽ കിടന്ന് മരിച്ചു. ഈ മാസം 25-ാം തീയതി കല്യാണം ഫിക്സ് ചെയ്തതാണ്. രാത്രി എല്ലാവരുമായിട്ട് ചിരിച്ച് കളിച്ച് സന്തോഷത്തോടു കൂടി ഇരുന്നു. രാത്രി കിടന്നു, നേരം വെളുത്തു മരിച്ചു കിടക്കും. അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. എന്താ അവസ്ഥ ദുനിയാവിൽ? കഴിഞ്ഞ മാസം ഒരു കല്യാണം നടന്നു. സംസാരിക്കാത്തവരാ, പൊട്ടനും ഈ മൂകകള് ബദിരകള് അവരുടെ കല്യാണമാണ്. അപ്പം ആണും പെണ്ണൊക്കെ ഒരുമിച്ച് അങ്ങനെ ആ രീതിയിലാണല്ലോ. അപ്പൊ അങ്ങനെ പോരുവഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്ന് കല്യാണം നടത്തി. പോരുവഴിയിലാണ് ആ ചെറുക്കന്റെ വീട്. രാവിലെ ആയപ്പോൾ എഴുന്നേക്കുന്നില്ല. ആദ്യ രാത്രിയാണ്. രാവിലെ ആകുമ്പോൾ എഴുന്നേക്കുന്നില്ല. പോരുവഴി തന്നെ തൊട്ടടുത്താണല്ലോ. പറഞ്ഞ പോലെ ഞാൻ മലപ്പുറത്ത് നിന്ന് സംസാരിക്കുന്ന പോലെ ആയിപ്പോയി. പോരുവഴിയിൽ അപ്പോൾ ചോദിച്ചാൽ മതി, ഹനഫി പള്ളിയെടുത്ത് പുട്ടുകുറ്റിയാന്ന് കരുതണ്ട. അതായി കറക്റ്റ് സ്ഥലം പറയുന്നത്. രാവിലെ വിളിക്കുന്നു, ഭാര്യ എഴുന്നേക്കുന്നില്ല. ആദ്യ രാത്രി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ കണ്ടല്ലേ, നാളെ കല്യാണം, ഇന്ന് വൈകിട്ട് മൈലാഞ്ചി കല്യാണം, പെണ്ണ് പൊന്നുമോള് മരണപ്പെട്ടു. കണ്ടില്ലേ? കർണാടകയിൽ ഞാൻ പ്രസംഗിക്കാൻ പോയ കഴിഞ്ഞ വർഷം 2022 ആദ്യ രാത്രിയിൽ പെണ്ണ് മരണപ്പെടുകയാണ്. ഹാഫിളത്തായ മോള്. അല്ലാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ, എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. മനുഷ്യന്റെ അവസ്ഥ ഇതാണ് സുഹൃത്തുക്കളെ. നമ്മൾ എപ്പോഴാണ് മരിക്കുക നമുക്കറിയില്ല, ഏത് സമയത്താണെന്നറിയില്ല. നമ്മളൊരു 1000-2000 രൂപയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും കളവ് പറയുന്നത്. കാരണം കച്ചവടത്തിൽ നമ്മൾ ധാരാളം കളവ് പറഞ്ഞിട്ടാണ് ഈ പൈസ ഉണ്ടാക്കുന്നത്. പച്ചമീനെന്നും പന്നമീനും കൊടുത്തിട്ട് പച്ചമീനെന്ന് പറയും, അഴുകിയ സാധനം കൊടുത്ത് നല്ലതെന്ന് പറയും, ഡ്യൂപ്ലിക്കേറ്റ് സാധനം കൊടുത്ത് ഒറിജിനൽ എന്ന് പറയും. ഇതൊക്കെ ഒരു അന്നത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതൊക്കെ എത്ര വലിയ തെറ്റാണ് ആഖിറത്തിൽ, അതാരും ചിന്തിക്കുന്നില്ല. മൻ ഖശനാ ഫലൈസ മിന്നാ. കച്ചവടത്തിൽ നമ്മെ വഞ്ചിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല കേട്ടോ. മുസ്ലിം സഹോദരങ്ങൾ നടത്തുന്ന ഹോട്ടലിൽ അവന്റെ ദാടിയും തൊപ്പിയും കണ്ടിട്ട് ഹലാലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറി ഭക്ഷണം കഴിക്കും. അവന്റെ അടുക്കളയിൽ പോയി നോക്കിയാൽ പുഴുവരിച്ച ചിലപ്പോ മാംസങ്ങളും മത്സ്യങ്ങളുമായിരിക്കും കാണുക. ഒരിക്കലും ഒരു സത്യവിശ്വാസിയെ നിനക്ക് അനുവദനീയമല്ല കേട്ടോ. നീ നിന്റെ മക്കളെ തീറ്റിക്കുന്നത് പോലെയാ നിന്റെ കടയെ, നിന്റെ മുഖവും നിന്റെ തഴമ്പും നിന്റെ ദാടിയും നിന്റെ തലപ്പാവും നിന്റെ തൊപ്പിയും ഹലാൽ എന്ന ബോർഡും കണ്ടിട്ട് നിന്റെ കടയിലേക്ക് കയറി വരുന്നത്. തീർച്ചയായിട്ടും ഒരു ഹറാമായ ഭക്ഷണം നീ എവിടെ വിൽക്കാൻ പാടില്ല. എങ്കിൽ അല്ലാഹു ദുനിയാവിൽ നിന്നെ പരീക്ഷിക്കും, ആഖിറത്തിൽ നിന്നെ പിടികൂടും. നിന്റെ തൊപ്പിയും ദാടിക്കും അല്ലാഹു അപമാനമായിരിക്കും നാളെ നൽകുക. അതുകൊണ്ട് ഹലാലിന്റെ ബോർഡ് വെറുതെ പർച്ചേസിന് വേണ്ടി കസ്റ്റമറെ കിട്ടാൻ വേണ്ടി വെക്കല്ലേ. അത് ഹലാലാണെങ്കിൽ യഥാർത്ഥത്തിൽ ഹലാലായ ഭക്ഷണം തന്നെ വിളമ്പണേ. അല്ലാതെ 1000 രൂപയ്ക്ക് വേണ്ടി ഹറാമ്, ചത്ത കോഴിയുടെ മാംസം, ചത്ത കോഴിയെ ഒരു മുസ്ലിം പറഞ്ഞതാണ്. ഹഖൻ ഈ വാക്ക്, അത് പിന്നെ ഞാൻ പേരൊന്നും നാളൊന്നും പറയില്ല, നിങ്ങൾ തള്ളാന്ന് പറഞ്ഞോളൂ, എനിക്ക് വിഷയമല്ല. ഒരു മുസ്ലിം 5 വഖത്ത് നമസ്കരിക്കുന്ന ഒരു മുസ്ലിം, അദ്ദേഹത്തിന്റെ ഷവർമ കട, അദ്ദേഹത്തിന്റെ ഹോട്ടൽ. അപ്പൊ അദ്ദേഹത്തെ ലോഡ് വന്നപ്പോൾ കുറെ ചത്തു. അപ്പോൾ ഒരു ഉസ്താദ് ചോദിച്ചു, അതെന്ത് ഷവർമയിൽ കയറിപ്പോ ഉസ്താദേ? അദ്ദേഹത്തിന്റെ വാക്കാണ്, ഒരു മുസ്ലിം നമസ്കരിക്കുന്ന അത് ഷവർമയിൽ കയറിപ്പോ ഉസ്താദേ. ആലോചിച്ചു എങ്ങനെ നമ്മൾ കഴിക്കും. കല്യാണ വീടുകളിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമ്മളങ്ങ് പോകും. കല്യാണ വീടുകളിൽ ഓർഡർ ചെയ്തിട്ട് നമ്മളങ്ങ് പോകും. ഇത് കറക്റ്റായിട്ട് ചത്തതാണോ ജീവിച്ചതാണോ, ഇവ അറക്കുന്നതാണോ കൊല്ലുന്നതാണോ കട്ട് ചെയ്ത് എന്താണെന്ന് വല്ലോ നമ്മൾ അറിയുന്നുണ്ടോ? ആരാ ഇതിന്റെ ബാധ്യത? ആരാ ഇതിന്റെ ബാധ്യത?
ഈ കല്യാണം ഈ പെണ്ണിന്റെ വാപ്പ അല്ലെങ്കിൽ ഈ ആണിന്റെ വാപ്പ ഇത് ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ ആ കോഴിക്കടയിൽ നിർത്തണം. ഈ വന്നിരിക്കുന്ന സഹോദരങ്ങൾക്ക് ഹറാമ് തീറ്റിക്കരുത്. അവരുടെ ഇബാദത്തിന് അതിൽ കോട്ടം തട്ടും. 1000 രൂപയ്ക്ക് വേണ്ടി എന്തിനു കള്ളം പറയണം, ഹറാമ് തിന്നണം? സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് 2 പൂന്തോട്ടങ്ങളാണ്, തോപ്പുകളാണ് കേട്ടോ. അത് നിങ്ങൾക്ക് വേണോ? ദുനിയാവിൽ ഒരു ചെറിയ ക്ഷണികമായ നൈമിഷികമായ ജീവിതത്തിന് വേണ്ടി കളവ് പറയല്ലേ, കളവ് പറഞ്ഞ് കച്ചവടം ചെയ്യല്ലേ. 1000 രൂപ 2000 രൂപയ്ക്ക്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, കച്ചവടക്കാരെ, നിങ്ങളുടെ കച്ചവടം കഴിഞ്ഞ് കട അടയ്ക്കുന്നതിന് മുമ്പ് ഫശൂബു ബൈഅകും ബിസ്സദഖ, നിങ്ങളൊരു സദഖ കൊടുത്തിട്ട് വേണേ നിങ്ങളുടെ കട അടയ്ക്കാൻ. ചിലപ്പോൾ ഇന്നത്തെ കച്ചവടത്തിൽ അറിയാതെ വല്ല കളവോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയാൽ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് അതങ്ങ് റാഹത്താവും.